ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എത്ര മറച്ചു വെക്കാൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് അവസാനം ലഭിക്കേണ്ടവർക്ക് തന്നെ ലഭിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് CASന്റെ ഒരു വേർഡിക്റ്റ് വരുമ്പോൾ ഇന്റർ കാഷി ഐ ലീഗിൻ്റെ ചാമ്പ്യൻസ് ആകുന്നു എന്നുള്ളത്. ചർച്ചിൽ ബ്രദേഴ്സ് ഞങ്ങൾ ഫൈൽ വാൻ വിജയിച്ചേ എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് നടക്കുന്നതാണ്. നമ്മൾ അന്ന് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ നീതി ലഭിക്കേണ്ടത് ഇന്റർ കാഷിക്കാണ്, ഇന്റർ കാഷിയാണ് ഐ ലീഗിലെ ചാമ്പ്യൻസ് ആകേണ്ടത് എന്നുള്ളത്. ചർച്ചിൽ ബ്രദേഴ്സ് നടത്തിയിട്ടുള്ള ചില PR-ഉം അല്ലെങ്കിൽ അവരുടെ ചില വിക്ടിങ് ഗെയിമിങ്ങോ കാരണം ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കളിക്കളത്തിൽ വിജയിച്ചത് ചർച്ചിൽ ബ്രദേഴ്സ് അല്ലേ, പിന്നെ എങ്ങനെയാണ് ഇന്റർ കാഷ് വിജയിക്കുന്നത്? ഇനെലിജിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ കളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് നഷ്ടപ്പെടും, അത് റൂളാണ്, അത് അംഗീകരിച്ചല്ലേ പറ്റൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടി അടുത്ത മത്സരത്തിൽ ആ പ്ലെയറെ കളിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ടീമുകളെല്ലാം സ്ഥിരമാക്കുമല്ലോ. അപ്പം കളിക്കളത്തിൽ എന്നുള്ളതല്ല, നിയമങ്ങളും ഫുട്ബോൾ എന്ന് പറയുന്ന സ്പോർട്ടിൽ അല്ലെ ഏത് സ്പോർട്ടാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെങ്കിലും സ്പോർട്സിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണ് CAS എന്ന് പറയുന്നത്. അപ്പം ഈ ചർച്ചിൽ ബ്രദേഴ്സിനും AFFനൊക്കെ ഫൈനും കൊടുത്തിട്ടുണ്ട്. ഇന്റർ കാഷ് എന്താണെങ്കിലും ആ ഒരു നീതി നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഈ ചർച്ചിൽ ബ്രദേഴ്സ് ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തി, അതായത് ചാമ്പ്യൻഷിപ്പൊക്കെ എത്തുന്ന സമയം വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനത്തെ പണി ഒപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പലരും പറഞ്ഞിരുന്നു. കാരണം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇവർ ഈ പറഞ്ഞ AFF ഒക്കെ ആയിട്ട് ഉണ്ട്. ഇപ്പം അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണെങ്കിൽ ഓണറുടെ മകള് വരെ ഉണ്ട്. അപ്പം ആ തരത്തിലൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് പരിപാടി ഒപ്പിച്ചേക്കാം എന്ന് പറയുന്ന സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പിന്നെ CAS തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ആരെയും വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്ന സാഹചര്യം വരെ ട്രോഫി കൊടുക്കുകയൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ അതിനെ പോലും ലംഘിച്ചുകൊണ്ട് AFF ചർച്ചിൽ ബ്രദേഴ്സിനൊരു ട്രോഫി സെറമണി നടത്തി ട്രോഫി കൈമാറ്റമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അത് വന്നപ്പോഴത്തേക്കും അത് തിരിച്ച് തരാൻ അവർ തയ്യാറല്ല, ട്രോഫി ഞങ്ങൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞു തന്നു. അതാണ്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്, ഒരു അലമ്പ് സെറ്റപ്പാണ് ആ ക്ലബിൻ്റേത്. അപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതിന് AFF ഏറ്റവും വൃത്തികെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട അഡ്മിനിസ്ട്രേഷൻസിൽ ഒന്നാണ് AFF എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൊണ്ടാണ് ഇത് ഇത്രയും നീണ്ട് ഒരു ലീഗ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ട് ഒരു വിധി വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും ഇന്റർ കാഷ് തന്നെയാണ് ചാമ്പ്യൻസ്. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വേറെ എന്തൊക്കെ കോലാഹലങ്ങളൊക്കെ പുറകെ വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഇന്റർ കാഷ് ആയിരുന്നു അത് ഡിസേർവ് ചെയ്ത്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി പ്രൊമോഷൻ കിട്ടിയിട്ട് അവർ എവിടെ കളിക്കും എന്നുള്ളൊരു ചോദിച്ചേ ഉള്ളൂ. കാരണം ISL അൺസർട്ടനിറ്റി നിൽക്കുകയാണ് ഈ സീസണിൽ, എപ്പോൾ കളിക്കുമെന്നൊക്കെ ഉള്ളത്. ഐ ലീഗ് എല്ലാ വർഷവും അൺസർട്ടനിറ്റി ആണല്ലോ, അപ്പം അത് വേറെ വിഷയം. അപ്പോൾ അവർക്കിത് സുപരിചിതമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ. ഒടുവിൽ നമ്മളുടെ ഫൈനൽ ക്ലൈമാക്സ് ട്വിസ്റ്റ് സീരീസിന് ഒരു അന്ത്യം കുറിക്കുന്നു. ഇന്റർ കാഷി ഐ ലീഗിലെ ചാമ്പ്യൻസ് ആകുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.